ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ പ്രതീക്ഷ ലൈവിലേക്ക്, പ്രതീക്ഷ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു മേക്ക് ഓവർ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. മേക്ക് ഓവർ ആയോ ഇല്ല, നിങ്ങൾ പറയണം മേക്ക് ഓവർ ആയോ. ഇത് ഞങ്ങൾ രഘുവിന് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഒരു കട പൊളിച്ചപ്പോഴേ കുറച്ച് ടൈല് കൊടുത്തിരുന്നു. അപ്പോൾ അത് മൂപ്പര് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മളെ ബെഡിൻ്റെ അടിയിലേക്ക് കിട്ടുന്ന ഒരു സ്പോഞ്ച് പോലത്തെ സാധനം, അതിൻ്റെ പേരെന്തായിരുന്നു? യൂഫോം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു സ്പോഞ്ച് പോലെ. അത് നമ്മൾ താഴെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ടൈല് സെറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ടൈല് ഇടാൻ പറ്റില്ല, ഇത് വാടക വീടാണ്, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങളപ്പോൾ. അവരോട് ചോദിക്കണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഋതുവിന് പണി അറിയാം, വർക്കറിയാം, ടൈൽ പണിയൊക്കെ അറിയാം, അത് സ്വന്തമായിട്ട് ടൈലൊക്കെ ഇടും. പക്ഷേ നമ്മളിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കേണ്ടതൊന്നും ചെയ്യണതൊന്നും ശരിയല്ലല്ലോ. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ കോലം നിങ്ങൾ കണ്ടില്ലേ ആദ്യം? ഇതേപോലെയായിരുന്നു കോലം. കാരണം എപ്പോഴും മണ്ണ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് നേരം നമ്മൾ അടിക്കണം. ഇത് തന്നെ എപ്പോഴും വഴക്കുറ, നീ അടിക്കില്ല. പക്ഷെ നമ്മൾ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്താ, മണ്ണ് എപ്പോഴും താഴെ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക, അടിയിൽ നിന്ന് പൊന്തുന്നതാണ്. എങ്ങനെയാണാവോ എപ്പോഴും മണ്ണ് അടിച്ചങ്ങനെ നീക്കി കഴിഞ്ഞാലും വീണ്ടും മണ്ണ് വന്നു. എനിക്ക് ഈ ലാസ്റ്റ് ദേഷ്യം വന്നു തുടങ്ങി, എന്തെങ്ങനെ മണ്ണെന്നൊക്കെ. ചെയ്തപ്പോൾ ഈ ടൈല് കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് ടൈല് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ടില്ല, അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞങ്ങളുടെ റൂമിലിടണം, ഞങ്ങളുടെ ബെഡ്റൂമിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി കിട്ടുകയാണെങ്കിൽ ഹാളിലിടാമല്ലോ. ഇതേപോലെ തന്നെ ആ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് സാധാരണ ടൈലിട്ട പോലെ തന്നെ ഒരു ഫീൽ അതേപോലെ തന്നെ തോന്നുള്ളൂ. കാരണം ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചവിട്ടുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുഖമാണ്. നമുക്ക് അതിൻ്റെ മേലെ കൂടെ നടക്കാൻ. സാധാരണ ടൈലിട്ടുന്ന എങ്ങനെ അതേപോലെ തന്നെ, എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയിൽ ഇത് ചെയ്തു കേട്ടോ. ഇത് തന്നെ എല്ലാ ടൈലും പാവം, ഇത് തന്നെ എല്ലാ ടൈലും പറക്കുന്നുണ്ടെന്ന് കഴുകി എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. കാരണം എൻ്റെ കൈ പൊട്ടുന്നു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ കൈ മുറിയണ്ട ടൈലെടുത്തിട്ട്, അത് കാരണം നീ കാര്യം ചെയ്യും, നീ അവിടെ പോയിരുന്നോന്ന് പറഞ്ഞു. ഞാൻ മൂപ്പർക്ക് പണി എടുക്കുമ്പോൾ ഞാൻ കൂടെ നടക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ ഇത് എല്ലാ ടൈൽ 2-3 ടൈലൊക്കെ പറക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മേക്ക് ഓവർ എന്ന് പറഞ്ഞത് ഇതാണ് സംഭവം കേട്ടോ. അങ്ങനെ ടൈലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ഭാഗത്തും ഇതിനൊരു ഓട്ടമുണ്ട്, പക്ഷെ നമ്മൾ വെച്ച് വരുമ്പോൾ അറിയില്ലല്ലോ. അങ്ങനെ ഈ ടൈല് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതു അതിസാഹസികമായി ടൈലിട്ടുകൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് കൈയൊക്കെ വേദന എടുത്ത് പൊട്ടിയിട്ടൊക്കെയുണ്ട് കേട്ടോ. ടൈലൊക്കെ എടുത്തിട്ടേ, എന്നാലും അത് മുഴുവൻ ചെയ്തു കേട്ടോ. മൂപ്പര് തലയിൽ പെട്ടെന്ന് ഒരു ഐഡിയ ഉദിക്കും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം ഇതിങ്ങനെ ചെയ്യാമെന്ന് ഈ സംഭവം കണ്ടപ്പോൾ, ടൈല് കണ്ടപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു ആ സ്പോഞ്ചിൻ്റെ കാര്യം. അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനും വിചാരിച്ചത് കുഴപ്പമില്ല, നല്ല ഐഡിയ ആണല്ലോ. കാരണം ഒരു ഇതും തോന്നണില്ലേ നമുക്ക്, നമ്മൾ സാധാരണ ടൈലിട്ട പോലെ തന്നെ. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് നടക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ ടൈലിട്ട പോലെ തന്നെ. അങ്ങനെ അതല്ലാതെ വെച്ച് മൂപ്പർക്ക് ഇങ്ങനെ ഓരോ ഐഡിയകൾ തോന്നുമ്പോൾ അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും ടൈല്. അപ്പം അങ്ങനെ ഐഡിയ തോന്നി ആ ഭാഗത്തേക്ക് അത് വെച്ചു. അങ്ങനെ ആ ഭാഗം കറക്റ്റായിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂമിന് ടൈലിട്ടു ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ മേക്ക് ഓവർ എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് ചെയ്തത്? അടിപൊളിയല്ലേ? അത് കറക്റ്റ് ആക്കണുണ്ട് കേട്ടോ മൂപ്പര്. അങ്ങനെ അത് തീർന്നു, ആ പരിപാടി കഴിഞ്ഞു. റൂമിൻ്റെ ഉള്ളിൽ സെറ്റായിട്ട് അങ്ങനെ പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതേ ഞങ്ങളുടെ റൂമിലിട്ടു. കുറച്ച് ടൈലും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഇത് എല്ലാ ടൈലും കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറേശ്ശെ ഇടാന്നുള്ളതിലാണ്. അങ്ങനെ ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് അറ്റത്ത് വെക്കാനായിരുന്നു കൊണ്ട് ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നത്. അതന്നെ അവിടെ വെക്കാനായിട്ട് രണ്ടെണ്ണം കൂടി. ആദ്യം വെള്ളയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. 2 കൂടി ഉണ്ടായിരുന്നു കേട്ടോ വെക്കാനായിട്ട്. അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് 2 കൂടി വെച്ചു. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടാണ് ആ ഭാഗം ഫിനിഷ് ആയി. ഒരെണ്ണം കൂടി എൻ്റെ അറ്റത്തേക്ക് വെക്കാനായിട്ട്. അവിടെ വെക്കണമെന്ന് ചോദിച്ചു, കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ സ്പോഞ്ച് കുറവല്ലേ. അപ്പോൾ അവിടുത്തെ ഫാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ അത് വെച്ചു കേട്ടോ. ഇതും കൂടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ റൂം കണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂം. ചെറിയൊരു റൂമാണ്. ഈ റൂമിൽ അലമാരി ഇല്ല കേട്ടോ. അപ്പുറത്തെ റൂമിൽ 2 ബെഡ്റൂമുണ്ട്. മറ്റേ റൂമിലാണ് അലമാരി ഉള്ളത്. ഇവിടെ ഇങ്ങനത്തെ ചെറിയ അതും ടേബിളും ഈ ഫാനും മാത്രമേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞു, അടുത്ത സംഭവം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇത് ടൈലിട്ടത്? അടിപൊളിയല്ലേ? അപ്പം അത് സെറ്റായപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാ. അടിച്ച് തുടയ്ക്കാൻ സുഖമായി അടിച്ച് തുടയ്ക്കാറോ എന്ന് വിചാരിച്ചു. മനസ്സമാധാനായി, സന്തോഷമായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഋതുവിൻ്റെ ഐഡിയ സൂപ്പറായി. ഇത് ഞങ്ങളുടെ ബെഡ്റൂം, ആ ചെറിയ മേശ ഉണ്ടാ സൂപ്പറായില്ലേ? ഇത് ഞങ്ങളുടെ അറിയാത്ത ആദ്യം ഇട്ടു കേട്ടോ. ഋതു ഇന്നലെ മിഞ്ഞാന്നിട്ടുണ്ടേ. എത്ര ചവിട്ടി കുത്തിയാലും കേടാവില്ല. അങ്ങനെ ഞങ്ങളുടെ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ